ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് സ്വന്തം വീട്ടിലേക്ക് ഭാര്യ പോകുകയാണ്. കുട്ടികളുമായിട്ടാണ് ഭാര്യ പോകുന്നത്. ഭർത്താവ് ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരാതി പറഞ്ഞുകൊണ്ട് ഭാര്യ വീട്ടിലേക്ക് പോയപ്പോൾ ഭർത്താവ് എന്ത് ചെയ്തു? ഈ ഒരു തക്കം നോക്കിയിട്ട് തന്നെ വേണമെങ്കിൽ പറയാം, ഒരു കാമുകിയെ മായിട്ട് പ്രണയത്തിലാവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാത്തിരിക്കുകയാണ് ഭാര്യയും മക്കളും പോകാൻ എന്നുള്ള രീതിയിലാണ് ഭർത്താവിൻ്റെ പെരുമാറ്റം. അങ്ങനെ വന്നപ്പോൾ കാമുകിയുമായിട്ട് തൻ്റെ ഭർത്താവ് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഭാര്യ വളരെ അസ്വസ്ഥയായി. അവൾ ഈ കാമുകിയുടെ നമ്പറൊക്കെ സംഘടിപ്പിച്ച് കാമുകിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തണം. അത് എൻ്റെ ഭർത്താവാണ്, നിന്നോട് ആര് പറഞ്ഞു എൻ്റെ ഭർത്താവിനെ വെച്ചിരിക്കാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാമുകിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയപ്പോൾ കാമുകി ആകെ അസ്വസ്ഥയായി. എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ടു പോയി എന്നുള്ളത്. പാവം, താൻ കല്യാണം കഴിയാത്ത ആളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ കാമുകിയെ വശീകരിച്ചെടുത്തതെന്നാണ് കാമുകി പറയണത്. എന്തായാലും കാമുകി പിന്മാറാൻ തയ്യാറായി. മാത്രമല്ല ഭർത്താവ് ഇപ്പോഴും ഭാര്യയെ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല, ഭാര്യയും മക്കളെയും തിരിച്ചു കൊണ്ടുവരാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ ഭർത്താവ് എടുക്കുന്ന ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഭാര്യയും മക്കളും പോകാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരവസ്ഥ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അവസാനം അതിൻ്റെ പരിണതഫലം എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. കാമുകിയും ഉണ്ടാവില്ല, ഭാര്യയും ഉണ്ടാവില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് പലപ്പോഴും കടന്നു വരലുള്ളത്. പക്ഷേ ഇവിടെ പാവം ഭാര്യ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. എന്തോ പ്രകോപനപരമായിട്ടുള്ള സംസാരം ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് ഭാര്യയും മക്കളും കൂടി ഇറങ്ങി സ്വന്തം വീട്ടിലേക്ക് പോകുന്നത്. പക്ഷേ ആ ഒരു വലിയ എന്താ പറയുക, ആ ഒരു സമയം നോക്കി ഇരിക്കുന്ന പോലെ ഭർത്താവിൻ്റെ പെരുമാറ്റം, ഭർത്താവ് എടുത്ത് ചാടി ഒരു കാമുകിയുമായിട്ട് അല്ലെങ്കിൽ ഒരു സ്ത്രീയുമായിട്ട് പ്രണയത്തിലാകുന്നു എന്നുള്ളതാണ്. ദാമ്പത്യ വിശ്വസ്തത, അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് തീർച്ചയായിട്ടും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആരായാലും തയ്യാറാവണം എന്നുള്ളത്. അല്ലാത്തടത്തോളം ഇങ്ങനൊരു സ്റ്റെപ്പിലേക്ക് കടക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വികാരങ്ങളൊക്കെ നിയന്ത്രിച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് കുഞ്ഞുങ്ങളുണ്ടാവും, അവരെ നോക്കണം, അതുപോലെ തന്നെ അതെല്ലാം ഏറ്റെടുക്കാൻ തയ്യാറാവണം. അല്ലാതെ ഉത്തരവാദിത്തങ്ങൾ കൂടുമ്പോൾ അതൊരു ഭാരമാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഭാര്യയും മക്കളൊക്കെ ആയിക്കഴിഞ്ഞാൽ അവരെ എങ്ങനെയെങ്കിലും അവർ തിരിച്ചു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും മറ്റൊരു സ്ത്രീയുമായി പ്രണയത്തിലാവുകയും അങ്ങനെ മുന്നോട്ട് പോകുന്നതല്ല യഥാർത്ഥത്തിലുള്ള ജീവിതം എന്നുള്ളതാണ്. അത് ദുരന്തത്തിലേ അത് കലാശിക്കുള്ളൂ എന്നും മനസ്സിലാക്കുക എന്നുള്ളത്. ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അടുത്തതുപോലത്തെ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.